السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സീറ പഠിതാക്കളെ, ബഹുമാന്യരായ സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കാനും മനസ്സിലാക്കാനും കഴിവിൻ്റെ പരമാവധി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 2-3 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ഈ സീറ പരമ്പരയുടെ 67ാമത്തെ ക്ലാസ്സിനായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ പുലർത്താനും അത് പകർന്നു കൊടുക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ 9ാമത്തെ വർഷത്തിലാണ് നമ്മളിപ്പോഴും ഉള്ളത്. ഹിജ്റ 9ാം വർഷത്തിൻ്റെ പേര് തന്നെ ആമുൽ വുഫൂദ് അല്ലെങ്കിൽ സനത്തുൽ വുഫൂദ്, വഫ്ദുകളുടെ വർഷം എന്നായിരുന്നു എന്ന് നമുക്കറിയാം. ഒരുപാട് വഫ്ദുകൾ, നിവേദക സംഘങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന വർഷം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു നിവേദക സംഘം മദീനയിൽ എത്തി. അവിടെ നിന്ന് പ്രവാചകരിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി തിരിച്ചു പോകുമ്പോഴേക്ക് അടുത്ത സംഘം വരും, പുതിയ പുതിയ ആളുകൾ വരും. ഒരു വലിയ ഗോത്രത്തിൻ്റെ പ്രതിനിധികളായി ഒരു പക്ഷേ 1 ഡസൻ ആളുകളോ അല്ലെങ്കിൽ 10-20 ആളുകളോ ചിലപ്പോൾ 1-2 ആളുകളോ ഒക്കെ വന്ന് പ്രവാചകൻ്റെ അടുത്ത് വന്ന് ബൈഅത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തങ്ങളുടെ സമൂഹത്തിൽ അത് പ്രബോധനം ചെയ്യാൻ വേണ്ടി തിരിച്ചു പോകും. കുറച്ച് വഫ്ദുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. പ്രധാനപ്പെട്ട ചില സംഭവങ്ങളും ചില പാഠങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വഫ്ദുകളെ മാത്രമാണ് നമ്മൾ പരാമർശിച്ചു പോകുന്നത്. അത്രയധികം ഒരുപാട് വഫ്ദുകൾ ഈ ഹിജ്റ 9ാം വർഷം ഉണ്ടായിട്ടുണ്ട്. സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അല്ലാഹുവിൻ്റെ സഹായവും നസ്റും ഫത്ഹും വിജയവും, ഫത്ഹും മക്കയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വറഅയ്ത അന്നാസ്, ജനങ്ങളെ നീ കാണുകയും ചെയ്താൽ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ഇങ്ങനെ ഫൗജുകളായിട്ട്, ഫൗജ് എന്ന് പറഞ്ഞാൽ സംഘം, കൂട്ടം, അങ്ങനെ കൂട്ടം കൂട്ടമായി ഒന്നിനു പുറകെ ഒന്നായി ജനങ്ങൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് കണ്ടാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തസ്ബീഹ് ചൊല്ലാനും ഇസ്തിഗ്ഫാർ നടത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തി എന്ന് അറിയിക്കുന്ന സൂറത്ത് കൂടിയാണ് ആ സൂറത്ത്. അത് അക്ഷരാർത്ഥത്തിൽ അന്ന് മുസ്ലിങ്ങൾ കണ്ടു, അന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വന്ന ഒരു വഫ്ദായിരുന്നു ബുജൈല ഗോത്രം. ബുജൈല, അതുപോലെ തന്നെ അവരിൽപ്പെട്ട അഹ്മസ് എന്ന് പറയുന്ന അവരിൽ തന്നെയുള്ള ഒരു കൂട്ടം ആളുകൾ. ഈ ബുജൈല ഗോത്രത്തിൽ നിന്നാണ് ബജലി എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകുന്നത്. ഖുറൈശിൽ നിന്ന് ഖുറശികൾ ഉണ്ടാകുന്നത് പോലെ ബുജൈല ഗോത്രത്തിൽ നിന്ന് ബജലികൾ ഉണ്ടാകും. അബൂ ഉമാമ ജരീർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ബജലിയാണ്, ബുജൈല ഗോത്രക്കാരനാണ്. അദ്ദേഹം ആ ഗോത്രത്തിലെ നേതാവ് കൂടിയാണ്. ഈ ഗോത്രത്തിൻ്റെ നിവേദക സംഘം ഇവരിങ്ങനെ വന്നപ്പോൾ ജരീർ
റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനായി ആ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം ഇങ്ങനെ വരികയാണ്. അന്നുണ്ടായ ഒരു സംഭവം, ബുജൈല ഗോത്രം വന്നപ്പോൾ ഉണ്ടായ സംഭവം, ഏകദേശം 150ഓളം ആളുകൾ ഉൾക്കൊള്ളുന്ന അത്യാവശ്യം വലിയൊരു സംഘമായിട്ടാണ് അവർ വരുന്നത്. യമനാണ് അവരുടെ താമസ സ്ഥലം. ഇവർ മദീനയിൽ എത്താറായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിൽ ആളുകളോട് സംസാരിക്കാനായി, സ്വഹാബികൾക്ക് ഉപദേശവും മറ്റും നൽകാനായി മിമ്പറിൽ കയറി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുത്ബ, ഒരു ഉപദേശം ആരംഭിച്ചു. അപ്പോൾ ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബുജൈല ഗോത്രം എങ്ങനെ മദീനയിലെത്തി. ജരീർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മദീനയുടെ അടുത്തെത്തി, എൻ്റെ ഒട്ടകത്തൊക്കെ അവിടെ കെട്ടിയിട്ടു, പിന്നെ എൻ്റെ യാത്രാ സാമഗ്രികളും അതൊക്കെ ഭാണ്ഡമൊക്കെ അഴിച്ചു വെച്ചു. പ്രവാചകനെ കാണാൻ പോകുന്നത് കൊണ്ടൊരു ഹുല്ലത്ത്, ഒരു നല്ല വസ്ത്രം, ഹുല്ലത്ത് എന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഹുല്ലത്തുണ്ടായിരുന്നു. ഹുല്ലത്ത് ഒരല്പം നല്ല മേത്തരം നിലവാരമുള്ളൊരു വസ്ത്രത്തിനാണ് ഹുല്ലത്ത് എന്ന് പറയുക. അത് പ്രവാചകൻ ഉപയോഗിച്ചിരുന്നത് ഇതുപോലെ നിവേദക സംഘങ്ങൾ വരുമ്പോൾ, അങ്ങനെ അതിഥികൾ വരുമ്പോൾ, പ്രധാനപ്പെട്ട ആളുകൾക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഒരു സാധാരണ ഡ്രസ്സല്ല, കുറച്ചുകൂടി ഒരു ഔദ്യോഗികമായ, അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്നു എന്ന് തോന്നുന്ന ഒരു നല്ല വസ്ത്രം. ഈ അറബികളും അതുപോലെ തന്നെ ഒരു യാത്ര കഴിഞ്ഞ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആളെ കാണാൻ പോവുകയാണെങ്കിൽ, നമുക്കറിയാം ഇന്ന് പോലും നമ്മൾ ട്രെയിനിലും മറ്റുമൊക്കെ യാത്ര ചെയ്ത അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ കാലത്ത് പോലും വളരെ മുഷിഞ്ഞാണ് നമ്മൾ യാത്ര ചെയ്ത് എത്താറുള്ളത്. അപ്പോൾ അന്ന് ഒട്ടകപ്പുറത്തും അതുപോലെ തന്നെ കാൽനടയായും ഒക്കെ സഞ്ചരിക്കുന്ന ആളുകൾ ഏത് രൂപത്തിലായിരിക്കും അവിടെ എത്തുക, ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്ന് പറയേണ്ടതില്ല. അത്രമാത്രം പൊടി പിടിച്ച ശരീരവും ജട പിടിച്ച മുടിയൊക്കെ അവർ എത്തിച്ചേരുക. അപ്പോൾ അവർ നേരെ ചെന്ന് ഒരു പ്രമുഖരായ ഒരു വ്യക്തിയെ കാണില്ല. സ്വാഭാവികമായും ഒന്ന് അവിടെ യാത്രാ സാമഗ്രികൾ അഴിച്ചു വെച്ച്, അപ്പുറത്ത് തൊട്ടടുത്ത് വല്ല ജലാശയമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് കുളിച്ച് വൃത്തിയായി, അല്ലെങ്കിൽ മുഖവും കൈകാലുകളും കഴുകി വൃത്തിയായി ഒരു നല്ല ഹുല്ലത്തൊക്കെ ധരിച്ച് ഒരാളെ, പ്രമുഖനായ ഒരാളെ കാണാൻ പോകുമ്പോൾ അവരങ്ങനെയാണ് ചെല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വന്നപ്പോൾ ജരീർ, ബുജൈല ഗോത്രത്തിലെ നേതാവ് കൂടിയായ ജരീർ, അദ്ദേഹം സാവധാനം ഒട്ടകത്തെയൊക്കെ നിർത്തി സാവധാനം കാര്യങ്ങളൊക്കെ, യാത്രാ സാമഗ്രികളൊക്കെ അഴിച്ച് എല്ലാം ശരിയാക്കി നല്ലൊരു ഹുല്ലത്ത് ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കയറി ചെന്നു. അദ്ദേഹം ഈ ഹുല്ലത്തൊക്കെ ധരിച്ച് റസൂലിൻ്റെ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ റസൂൽ ഇങ്ങനെ അവിടെ ഇന്ന് ഖുത്ബ പറയുന്നുണ്ട്. ഇദ്ദേഹം കയറി ചെന്ന ഉടൻ ആളുകളൊക്കെ ഇദ്ദേഹത്തിന് നേരെ ഇങ്ങനെ ഒരു തുറിച്ചു നോട്ടം, ഇദ്ദേഹത്തിന് നേരെ ഒരു വല്ലാത്തൊരു നോട്ടം, വളരെ സൂക്ഷ്മമായി ഇദ്ദേഹത്തെ നോക്കുന്നു. അപ്പോൾ ഇദ്ദേഹം കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, യാ അബ്ദുല്ലാ ദക്കറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ അബ്ദുള്ള, ഈ റസൂൽ എങ്ങാനും ഇനി എന്നെപ്പറ്റി എങ്ങാനും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇങ്ങനെ എല്ലാവരും ഞാനിങ്ങനെ കയറി വന്നപ്പോൾ ഇങ്ങനെ എന്നെ തന്നെ നോക്കാൻ പ്രവാചകൻ എങ്ങാനും എന്നെപ്പറ്റി വല്ലതും പറഞ്ഞു? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, അതെ, നിങ്ങളെപ്പറ്റി ഇപ്പോൾ കുറച്ചു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല പുകഴ്ത്തി നിങ്ങളുടെ ഗുണവും നിങ്ങളുടെ ശ്രേഷ്ഠതയും ഒക്കെ എടുത്തു പറഞ്ഞിട്ട് ഇപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് അദ്ദേഹം നടക്കുമ്പോൾ ജരീർ ഇബ്നു അബ്ദുല്ലയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു, യദ്ഖുലു അലൈക്കും മിൻ ഹാദൽ ബാബ്, ഇപ്പോൾ ഇതാ ഈ വാതിൽ കൂടി കടന്നു വരും, അല്ലെങ്കിൽ മദീനയുടെ ഈ മിൻ ഹാദൽ ഫജ്ജ്, മദീനയുടെ ഈ ഒരു ഇടവഴിയിൽ കൂടി, ആ പ്രദേശത്ത് നിന്ന് ആ ഒരു വഴിയിലൂടെ ഒരാൾ കടന്നു വരും. മിൻ ഖൈരി ദി യമൻ, യമനിലെ ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തി, ഉത്തമന്മാരായ യമനിലെ ശ്രേഷ്ഠരായ വ്യക്തികളിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ ഇതിലൂടെ കടന്നു വരും. അല ഇന്ന അല വജിഹി മിസ്ഹത്തു മലക്കിൻ, ഒരു മലക്കിൻ്റെ ഒരു പ്രഭാവം ഉള്ള പോലെ, ഒരു വെളിച്ചമുള്ളതുപോലെ മുഖത്ത് നല്ല സൗന്ദര്യവും, കണ്ടാൽ തന്നെ ഒരു ആദരവും നല്ല സൗന്ദര്യവും ബഹുമാനവും ഒക്കെ തോന്നുന്ന വിധത്തിലുള്ള ഒരു കണ്ടാൽ തന്നെ ശ്രേഷ്ഠതയുള്ള വ്യക്തി എന്ന് തോന്നുമാറുള്ള ഒരാൾ നിങ്ങൾ ഇപ്പോൾ അതിലൂടെ കടന്നു വരും. അപ്പോൾ ജരീർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ പുകഴ്ത്തുകയും ചെയ്തു, ഹംദ് പറയുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം നല്ല സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു ജരീർ ഇബ്നു അബ്ദുല്ല അൽ ബജലി. പിൽക്കാലത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സമുദായത്തിലെ മുസ്ലിം ഉമ്മത്തിലെ യൂസുഫാണ്, അത് അത്ര നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ് ജരീർ എന്ന അദ്ദേഹത്തെക്കുറിച്ച്
പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരു വിരിപ്പ് വിരിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, യമനിലെ ഈ പറഞ്ഞ ബുജൈല ഗോത്രത്തിലെ നേതാവാണ്, ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ തട്ടം അവിടെ വിരിച്ച് അതിന്മേൽ ജരീർ ഇരിക്കൂ, അലാ ഹാദായ ജരീർ ഫഖൂദ്, ജരീർ നീ ഇവിടെ ഇരിക്കൂ എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇദാ അതാകും കരീമു ഖൗമിൻ ഫഅക്രിമൂ, നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തേക്ക് ഒരു സമൂഹത്തിലെ ആദരണീയനായ വ്യക്തി വന്നാൽ നിങ്ങൾ അവരെ ആദരിക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിൽ വ്യക്തികളെ ശ്രേഷ്ഠതയും മഹത്വവുമുള്ള ഒരു സമൂഹത്തിൽ ആദരണീയരായി ഗണിക്കപ്പെടുന്ന വ്യക്തികളെ മറ്റ് വിധ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, അവർ ആ ശ്രേഷ്ഠതയ്ക്കും ആദരവിനൊക്കെ അർഹരാണ് എങ്കിൽ അവർ കടന്നു വരുമ്പോൾ അവരെ നമ്മളും ആദരിക്കണം. അതിഥികളായി വരുമ്പോഴും അവരിങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ ആദരിക്കുന്നതിന് തുല്യമാണ് ആ സമൂഹത്തിലെ നേതാക്കന്മാരെയും ആ സമൂഹത്തിൽ പരിഗണിക്കപ്പെടുന്ന ആളുകളെയും നമ്മളും പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യുക. അത് ആ സമൂഹം മുഴുവൻ നമ്മൾ പറയുന്നത് കേൾക്കാനും ആ സമൂഹത്തിന് മുഴുവൻ നമ്മളെക്കുറിച്ച് അവരെ അത്രത്തോളം പരിഗണിക്കുന്നു എന്നും അവർക്ക് അത്രത്തോളം വില നൽകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അസ്ലമ ജരീർ വഖൗം, ജരീർ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ സമൂഹവും ഇസ്ലാം സ്വീകരിച്ചു. ആ ബുജൈല ഗോത്രത്തിലെ വഫ്ദായ ആ 150ഓളം വരുന്ന ആളുകൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഷഹാദത്ത് പഠിപ്പിച്ചു കൊടുത്തു, നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, സകാത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും അമീറായി നിശ്ചയിക്കപ്പെട്ടാൽ, നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടാൽ, ഒരു നേതൃത്വം നിങ്ങൾക്കുണ്ട് എങ്കിൽ അവരെ കേൾക്കുകയും അനുസരിക്കുകയും വേണമെന്ന്, സമൂഹത്തിൽ ഭിന്നതയും കക്ഷിത്വവും ഉണ്ടാക്കരുത് എന്ന്, എല്ലാ മുസ്ലിങ്ങളോടും ഗുണകാംക്ഷ വേണമെന്ന്, നസീഹത്ത് വേണമെന്ന്, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ജരീർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആ ബുജൈല ഗോത്രത്തിന് നൽകി. അദ്ദേഹം തന്നെ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തപ്പോൾ പ്രവാചകൻ ഇന്ന ഈ കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞു. നിസ്കാരം, അതുപോലെ തന്നെ സകാത്ത്, എല്ലാ മുസ്ലിങ്ങളുമുള്ള നസീഹത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവാചകൻ എണ്ണി പറഞ്ഞു എന്നത് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലൂടെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ജരീർ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിൽ വളരെയധികം സേവനങ്ങൾ അർപ്പിച്ചു. പ്രവാചകന്റെ അടുത്ത് ഒരു പ്രത്യേക സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസിൽ കാണാൻ കഴിയും, മാ ഹജബനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംതു, ഞാൻ ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ അനുവാദം ചോദിച്ചാൽ പ്രവാചകൻ എന്നെ അനുവാദം തരാതിരുന്നിട്ടില്ല. ജരീർ റളിയല്ലാഹു എപ്പോഴൊക്കെ അനുവാദം ചോദിച്ചിട്ടുണ്ടോ റസൂലിൻ്റെ അടുത്തേക്ക് വരാനും റസൂലിൻ്റെ സന്നിധിയിൽ വരാനും വീട്ടിൽ പ്രവാചകൻ്റെ അനുവാദം ചോദിച്ച് കയറാനും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ റസൂൽ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അത്ര പരിഗണനയും ഇഷ്ടവുമായിരുന്നു റസൂലിന് ജരീർ റളിയല്ലാഹു അൻഹു. വലാ റആനി ഇല്ലാ തബസ്സമ ഫീ വജ്ഹി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മറ്റൊരു വലിയ സവിശേഷത കൂടിയാണ്. ജരീർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ ഞാൻ എപ്പോഴൊക്കെ റസൂലിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ റസൂൽ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. എപ്പോഴൊക്കെ റസൂൽ എന്നെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ റസൂൽ എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തവണ പോലും ഞാൻ മുഖത്ത് നോക്കിയിട്ട് റസൂൽ പുഞ്ചിരിക്കാതെ പോകുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുസ്ലിം ആയതിനു ശേഷം ഉണ്ടായിട്ടില്ല. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ ആളുകൾക്ക് നൽകിയിരുന്ന പരിഗണനയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ്. ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയും അയാളെ പരിഗണിക്കുകയും ചെയ്യുക. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ പരിഗണിക്കുക. അത് ചെറിയ ആളുകളായിരുന്നാലും വലിയ ആളുകളായിരുന്നാലും ചെറിയ കുട്ടികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുശലം ചോദിച്ചിരുന്നതും മുഹമ്മദ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 5 വയസ്സുകാരനായ കുട്ടികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം wudu എടുക്കുമ്പോൾ വായിൽ വെള്ളം നിറച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന അവരെ പരിഗണിച്ച് അവരുടെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കുമായിരുന്നു ഒക്കെ ഹദീസുകളിൽ സ്വഹീഹായ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ആളുകളോടുള്ള പരിഗണനയും ആളുകളോടുള്ള സ്നേഹവും ഇഷ്ടവുമൊക്കെ പ്രകടിപ്പിക്കണമെന്നും അത് ഇങ്ങനെ ചില ആദരവും ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ട് അതിനർഹിക്കുന്ന ആളുകളെ അങ്ങനെ തന്നെ പരിഗണിച്ചുകൊണ്ട് നൽകുകയാണ്. പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകളുണ്ടാകുമ്പോൾ അവരെ പരിഗണിക്കുന്നതിലൂടെ ആ സമൂഹം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വരാനും ആ സമൂഹത്തിന് മുഴുവൻ നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറാനും ഒക്കെ കാരണമാകും എന്നതൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ബുജൈല ഗോത്രത്തിൻ്റെ കൂടെ ഇവരിൽ പെട്ട തന്നെ വന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു അഹ്മസുകളായ ആളുകൾ, അഹ്മസിയീൻ എന്നറിയപ്പെട്ട ആളുകൾ. ഈ അഹ്മസ് എന്ന പദത്തിനർത്ഥം നല്ല ഹമാസത്തുള്ളവൻ എന്നാണ്, നല്ല ആവേശമുള്ളവൻ,
ഉന്മേഷമുള്ളവൻ, അല്ലെങ്കിൽ ദീനീ കാര്യത്തിൽ നല്ല പരുഷതയുള്ളവൻ, നല്ല കഠിനമായി കാർക്കശ്യത്തോടു കൂടി ദീനിനെ മുറുകെ പിടിക്കുക എന്ന അർത്ഥത്തിൽ ജാഹിലിയ കാലത്ത് അവർ അന്നത്തെ ദീനിൽ, അവരുടെ അന്നത്തെ ബിംബാരാധനയിലും വിഗ്രഹാരാധനയിലും ഒക്കെ നല്ല കാർക്കശ്യമുള്ള ആളുകൾ എന്ന അർത്ഥത്തിൽ ഈ ബുജൈല ഗോത്രത്തിലെ അഹ്മസികളെ അവരെണ്ണിയിരുന്നു. അപ്പോൾ ഈ വന്ന കൂട്ടത്തിൽ അഹ്മസികളായ ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ സവിശേഷത എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, നഹ്നു അഹ്മസുല്ലാഹ്, ഞങ്ങളിങ്ങനെ ജാഹിലിയ കാലം മുതലേ ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നല്ല പരുഷമായി, കാർക്കശ്യമായി, നല്ല ആവേശമുള്ള രൂപത്തിൽ മതത്തെ മുറുകെ പിടിക്കുന്ന എന്ന അർത്ഥത്തിൽ അഹ്മസികളാണ് ഞങ്ങൾ. ജാഹിലിയ കാലത്തെ അവരങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇന്നു മുതൽ നിങ്ങൾ അഹ്മസുകൾ തന്നെയാണ്, ലില്ല, പക്ഷെ അള്ളാഹുവിന് വേണ്ടി. നേരത്തെ അവർ മറ്റു പല വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്ന രൂപത്തിൽ ആയിരുന്നു അവർ അഹ്മസുകളായിരുന്നെങ്കിൽ, ഇന്നു മുതൽ യഥാർത്ഥ ദീനിൽ അള്ളാഹുവിന് വേണ്ടി ഈ ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണം, അങ്ങനെയാണ് നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഈ ബുജൈല ഗോത്രക്കാർക്ക് റസൂൽ കുറേ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ നൽകിയപ്പോൾ വബ്ദ ബിൽ അഹ്മസിയീൻ, അഹ്മസികൾക്ക് ആദ്യം കൊടുക്കൂ എന്ന് പറഞ്ഞ് അവർക്ക് ആദ്യം സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അത് മാത്രമല്ല, ഈ ജരീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ നാട്ടിൽ യമനിലുണ്ടായിരുന്ന പ്രത്യേകിച്ച് ഈ ബുജൈല ഗോത്രം, അതുപോലെ തന്നെ ഈ അഹ്മസികൾ, അവിടെ ചുറ്റും ജീവിച്ചിരുന്ന പല ഗോത്രം, ദൗസ് ഗോത്രം, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഗോത്രമാണ് ദൗസ് ഗോത്രം, അതുപോലെ തന്നെ ഖസ്അം ഗോത്രം, ഈ പറഞ്ഞ 2-3 ഗോത്രങ്ങൾ, ബുജൈല ഗോത്രവും അതിന് സമീപത്ത് താമസിക്കുന്ന കുറേ ഗോത്രങ്ങൾ ആരാധിച്ചിരുന്ന ഒരു ആരാധനാ കേന്ദ്രമുണ്ടായിരുന്നു, ഒരു വിഗ്രഹവും അതുപോലെ തന്നെ അതിന് ചുറ്റുമായി മറ്റ് ആരാധനാ സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം ദുൽ ഖലസ എന്നായിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ജരീർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുൽ ഖലസ എന്ന് പറയുന്ന അവരുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ചൂഷണം ചെയ്ത ആ ആരാധനാ കേന്ദ്രം, അതിനെ തകർക്കാൻ ആ നാട്ടിലെ നേതാവായ ജരീർ റളിയല്ലാഹു അൻഹു തന്നെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അവർ ജാഹിലിയ കാലത്ത് ഈ പറഞ്ഞ ദുൽ ഖലസയെ വിളിച്ചിരുന്നത് യമനി കാബ എന്നായിരുന്നു. കാബ മക്കയിലുണ്ട്, യമനുകാരുടെ കാബ അൽ കാബത്തുൽ യമാനിയ, അല്ലെങ്കിൽ ഷാമുകാരുടെ കാബ കാബത്തു ഷാമിയ എന്നൊക്കെ അവർ വിളിച്ച് അവരുടെ നാട്ടിലൊരു വലിയ ഒരു കേന്ദ്രമാണത് എന്ന് ഇങ്ങനെ അഭിമാനത്തോട് പറഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ ജരീർ റളിയല്ലാഹു അൻഹുവിനോട് തന്നെ, ആ സമൂഹത്തിലെ ആളുകളോട് തന്നെ, ആ സമൂഹത്തിലെ നേതാക്കന്മാരായ ആളുകളോട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൽപ്പിക്കുകയും അദ്ദേഹം 150ഓളം വരുന്ന ആളുകളുമായി, അഹ്മസികളായ ആളുകളുമായി, അനുയായികളുമായി ചെന്ന് അതിനെ തകർക്കുകയും ചെയ്തു നമുക്ക് കാണാൻ കഴിയും. അത് കുതിരപ്പടയാളികൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമായിരുന്നു. ജരീർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കയറിയപ്പോൾ അദ്ദേഹത്തിന് വളരെ ചെറുപ്പം മുതലേ തന്നെ കുതിരപ്പുറത്ത് ഇരുപ്പുറയ്ക്കാത്ത ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുതിരപ്പുറത്ത് ഒരു ഇരുപ്പുറക്കില്ല, കുതിര നല്ല രൂപത്തിൽ ഓടിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല, കുതിരപ്പുറത്ത് വീഴാൻ പോവുക, അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം അതിനെക്കുറിച്ച് പരാതി പറയുകയും ചെയ്തു. ഈ ദുൽ ഖലസക്ക് വേണ്ടി അത് തകർക്കാൻ വേണ്ടി പോകുമ്പോൾ ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്തു ലാ അസ്ബുതു അലൽ ഖൈൽ, പ്രവാചകരെ, എനിക്ക് ഈ കുതിരപ്പുറത്ത് ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വീണു പോകുന്നു, എനിക്ക് നേരെ ചൊവ്വ ഇരിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചെറുതായി ഒന്ന് അടിക്കുകയും അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പ്രവാചകന്റെ ആ വിരലുകളുടെ അടയാളം എൻ്റെ നെഞ്ചിൽ പതിയുന്ന അത് ഞാൻ കണ്ടു. അല്ലാഹുമ്മ സബ്ബിത്ഹു വജഅൽഹു ഹാദിയൻ മഹ്ദിയൻ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് അല്ലാഹു അദ്ദേഹത്തിന് സ്ഥൈര്യം നൽകണേ, അദ്ദേഹത്തിന് ഈ വഴി കാണിക്കുന്നവനും വഴി കാണിക്കപ്പെട്ടവനും, മാർഗദർശനം ആളുകൾക്ക്, മറ്റുള്ളവർക്ക് മാർഗദർശനം കൊടുക്കുന്നവനും, സ്വയം നല്ല ഹിദായത്തിലായ മനുഷ്യനും ആക്കി തീർക്കണമേ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. അദ്ദേഹം അവിടെ ചെല്ലുകയും സ്വന്തം നാട്ടിൽ ചെന്ന് ദുൽ ഖലസയെ തകർക്കുകയും പ്രവാചകനെ അതിൻ്റെ വാർത്തയെ അറിയിക്കാൻ വേണ്ടി ഒരു ദൂതനെ നേരത്തെ തന്നെ അയക്കുകയും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന ആ വാർത്ത പറയുമ്പോൾ പ്രവാചകൻ ഇവർക്ക് വേണ്ടി ജരീർ റളിയല്ലാഹു അൻഹുവിനും ഈ അഹ്മസികളായ ഇവരിൽപ്പെട്ട ആ കുതിരപ്പടയാളികളായ ആളുകൾക്ക് വേണ്ടി 5 പ്രാവശ്യം ആവർത്തിച്ച് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത് ഇമാം ബുഖാരി, ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചാൽ മുത്തഫഖുൻ അലൈഹി ഹദീസിൽ കാണാൻ കഴിയും. ഈ ഗോത്രത്തിൻ്റെ സമീപത്ത് തന്നെ ജീവിച്ചിരുന്ന ഈ ദുൽ ഖലസയെ ആരാധന കേന്ദ്രമാക്കിയിരുന്ന മറ്റൊരു ഗോത്രമായിരുന്നു ഖസ്അം ഗോത്രം. ഇവരൊക്കെ യമനികളാണ്. ഈ ദുൽ ഖലസ ജരീർ റളിയല്ലാഹു അൻഹു തകർത്തതിന് ശേഷം, അതുപോലെ തന്നെ അന്ന് ഈ പറഞ്ഞ ഇത് തകർക്കൽ ഉണ്ടാകുമ്പോൾ
ഈ ഹസ്അം ഗോത്രത്തിൻ്റെ കൂടി ആരാധന കേന്ദ്രമാണ് അവിടം. അപ്പോൾ അവരിൽപ്പെട്ട ചില ആളുകൾ ഈ മുസ്ലിങ്ങളുമായി ജരീർ അള്ളാഹുമായി സംഘടനത്തിൽ വരികയും ചില ആളുകൾ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവരിൽപ്പെട്ടൊരു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മദീനയിലേക്ക് ഒരു നിവേദക സംഘമായി പുറപ്പെട്ടു. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി തന്നെ ഹസ്അം ഗോത്രത്തിലെ ആളുകൾ, ഒന്ന് രണ്ടാളുകൾ, വളരെ ചെറിയൊരു സംഘമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തുകയും ഇസ്ലാം സ്വീകരിക്കുകയും റസൂൽ വിശ്വസിക്കുകയും ആമന്ന ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും റസൂലിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വമാ ജാഅ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ നിന്ന് എന്താണോ നമുക്ക് വന്നു കിട്ടിയിട്ടുള്ളത് അതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു എഴുത്ത്, ഒരു വളരെ കുറച്ച് ആളുകളാണുള്ളത്, അപ്പോൾ തിരിച്ച് ഹസ്അം ഗോത്രത്തിലേക്ക് എത്തി അവിടെ ഇവർക്ക് ഇസ്ലാമിക പ്രബോധനം നടത്തണം, പ്രവാചകനോട് എഴുത്ത് ഒരു ലിഖിത രൂപത്തിൽ പ്രവാചകന്റെ ഉപദേശങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിത്തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച് അന്ന് ജരീർ റളിയല്ലാഹു അൻഹു അന്ന് അവിടെയുണ്ട്. അദ്ദേഹം ദുൽഖലസ തകർക്കൽ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം തിരിച്ച് മദീനയിലെത്തി പ്രവാചകന്റെ അടുത്തുനിന്ന് ഇസ്ലാം പഠിക്കേണ്ടതുണ്ട്, കൂടുതൽ ദീനി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹവും മറ്റു സ്വഹാബികളുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഈ ഹസ്അം ഗോത്രക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു എഴുത്ത് എഴുതി കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അല്ലെങ്കിൽ പ്രവാചകന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും റസൂലിന്റെ കാലത്തൊന്നും എഴുതപ്പെട്ടിട്ടില്ല. പിന്നീട് ഒരു നൂറ്റാണ്ടിന് ശേഷം ഇമാം സുഹ്രിയാണ് ആദ്യമായിട്ട് ഹദീസുകളൊക്കെ എഴുതി വെച്ചത്. അല്ലെങ്കിൽ ഒരു 200 വർഷങ്ങൾക്ക് ശേഷം ഇമാം ബുഖാരി വന്നപ്പോഴാണ് പ്രവാചകന്റെ ഹദീസുകളൊക്കെ എഴുതി വെച്ചത് എന്ന് ചില ആളുകൾ വിമർശനം ഉന്നയിക്കുന്നത് കാണാൻ കഴിയും. ഇന്നും അതിനേക്കുള്ളൊരു മറുപടി കൂടിയാണ്. അതിൽ പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ എത്രയോ എഴുത്തുകൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ചെറിയ സംഭവം മാത്രമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ. റസൂൽ യഹൂദികളുമായി നടത്തിയ കരാർ, മുഹാജിറായി വന്നപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അത് എഴുത്തു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്ന ആ കരാർ. അത് വായിൽ കൂടി സംസാരത്തിലൂടെ രൂപപ്പെടുത്തിയെടുത്തിയ ഒരു കരാറായിരുന്നില്ല. ആ കരാർ എഴുതിയായിരുന്നു അവർ കൈമാറിയിരുന്നത്. ഹുദൈബിയ സന്ധി എഴുതിയായിരുന്നു കൈമാറിയിരുന്നത്. പല സ്വഹാബിമാർക്കും അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അങ്ങനെ പല സ്വഹാബിമാർക്ക്, നിരവധി സ്വഹാബിമാർക്ക് അവരുടേതായ ഹദീസുകൾ എഴുതി വച്ച ഏടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിൽപ്പെട്ട ഹസ്അം ഗോത്രക്കാർക്ക് എഴുതി കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതാൻ വേണ്ടി കൽപ്പിച്ചത്. അങ്ങനെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ റസൂലിന്റെ ഹദീസുകൾ, റസൂലിന്റെ നിർദ്ദേശങ്ങൾ ഒക്കെ എഴുതി വെക്കാറുണ്ടായിരുന്നു. അന്നേ അത് ലിഖിത രൂപത്തിൽ തന്നെ പെട്ടുപോന്നിരുന്നു എന്നതിനുള്ള ഒരു തെളിവാണ്. മറ്റൊരു വഫ്ദ് ഈ 9-ാം വർഷം വന്ന വഫ്ദാണ് വഫ്ദു അബ്ദുൽ ഖൈസ്. അബ്ദുൽ ഖൈസ് ഗോത്രം, അവരുടെ നിവേദക സംഘം. ഇത് ചരിത്രത്തിൽ വഫ്ദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട, ഒരുപാട് തവണ ആളുകൾ കേൾക്കാറും ഒക്കെയുള്ള ഒരു വഫ്ദാണ് വഫ്ദു അബ്ദുൽ ഖൈസ്. അതിനുള്ള കാരണം അതിലുമായി ബന്ധപ്പെട്ട 2-3 ഹദീസുകളാണ്. ഈ അബ്ദുൽ ഖൈസ് ഗോത്രത്തിലെ ഈ വഫ്ദ്, ഇവർ 2 തവണ പ്രവാചകനെ എടുത്ത് വഫ്ദായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത് ഹിജ്റ 9-ലാണ്. എന്നാൽ ഇതിനും 3-4 വർഷങ്ങൾക്ക് മുൻപ് അവർ ഇസ്ലാമിലേക്ക് ആദ്യമായി അതിനെക്കുറിച്ച് പഠിക്കുന്ന, ഇസ്ലാമിന് ഇങ്ങനെ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഹിജ്റയുടെ 3-ാം വർഷം, ഹിജ്റയുടെ 4-ാമത്തെ വർഷം അല്ലെങ്കിൽ 5-ാമത്തെ വർഷം ഇവരിൽപ്പെട്ട ഒരു 13 ആളുകൾ ഈ അബ്ദുൽ ഖൈസ് ഗോത്രത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയും അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് അഷജ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്നയാൾ. അഷജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരുപക്ഷെ സാധാരണ പല ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കാറുള്ള, ഒരുപാട് ആളുകൾ കേൾക്കാറുള്ള ഒരു ഹദീസ് അഷജ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത് നമുക്ക് സൂചിപ്പിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും, ഈ അബ്ദുൽ ഖൈസ് ഗോത്രം, ഞാൻ പറഞ്ഞു ഹിജ്റ 4-ലോ 5-ലോ ഇവർ ആദ്യം വഫ്ദ് വന്നു, പിന്നെ വീണ്ടും ഹിജ്റ 9-ൽ വന്നു. അപ്പോൾ ഇസ്ലാമിൽ ആദ്യമായി മദീനക്ക് പുറത്ത് ഒരു ജുമുഅ ഉണ്ടാകുന്നു. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുമുഅയുണ്ട്. അതിനപ്പുറത്തൊരു നാട്ടിൽ ജുമുഅ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ അബ്ദുൽ ഖൈസ് ഗോത്രത്തിന്റെ നാട്ടിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും, ഇന്ന അവ്വല ജുമുഅത്തിൻ ജുമിഅത് ബഅദ ജുമുഅത്തിൻ ഫി മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട ജുമുഅക്ക് പുറമെ മറ്റൊരു സ്ഥലത്ത് ജുമുഅ നടന്നിട്ടുണ്ട് എങ്കിൽ, മദീനക്ക് പുറത്ത്, അങ്ങനെ ഇസ്ലാം വ്യാപിച്ചിട്ടില്ലാത്ത ഹിജ്റ 4-ലോ 5-ലോ ആണ് നടക്കുന്നത്, നടന്നിട്ടുണ്ട് എങ്കിൽ ഫി മസ്ജിദ് അബ്ദുൽ ഖൈസ്,
ഇമാം ബുഖാരി ഇബ്നു അബ്ബാസ് അള്ളാഹുവിൻ്റെ വാചകങ്ങളെ ഉദ്ധരിക്കുന്നതാണ്. അബ്ദുൽ ഖൈസുകാരുടെ പള്ളിയിൽ വെച്ചായിരുന്നു നടന്നത്. ബിജുവാത്ത മിനൽ ബഹ്റൈൻ, ബഹ്റൈൻ പ്രദേശത്ത് അവർ ജീവിച്ചിരുന്നത്. ബഹ്റൈനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഇന്നത്തെ ബഹ്റൈൻ അല്ല, ബഹ്റൈൻ ഇന്നത്തെ ബഹ്റൈൻ്റെ ആ ഒരു ഭാഗങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്ന അന്നത്തെ അറേബ്യൻ ഉപദ്വീപ് മൊത്തത്തിൽ വിഭജിച്ചാൽ ബഹ്റൈൻ എന്ന് പറയുന്ന വളരെ വിശാലമായൊരു പ്രദേശം. അവിടുത്തെ രാജാക്കന്മാരായ സഹോദരന്മാർക്ക് പ്രവാചകൻ കത്തുകൾ എഴുതിയതും അവർ ഇസ്ലാം സ്വീകരിച്ചതും ഒക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ വലിയൊരു പ്രദേശം, അവിടെയായിരുന്നു ഈ അബ്ദുൽ ഖൈസ് ഗോത്രം താമസിച്ചിരുന്നത്. അവരുടെ പള്ളി ജുവാസ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ വെച്ചാണ് അങ്ങനെ മദീനക്ക് പുറത്ത് പിന്നെ ഒരു ജുമുഅ നടക്കുന്നത്. ഇമാം ബുഖാരി ഈ സംഭവം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബൂ ജംറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഞാനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്ന ചില സംഭവങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. അതിൽ അബ്ദുൽ ഖൈസ് ഗോത്രം വഫ്ദു അബ്ദുൽ ഖൈസ് വന്നപ്പോൾ ഉണ്ടായ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മനിൽ ഖൗം, നിങ്ങൾ ആരാണ്? ഒരു കൂട്ടം ആളുകൾ നിവേദക സംഘം വന്നപ്പോൾ നിങ്ങൾ ഏത് ഗോത്രമാണ്, നിങ്ങൾ ആരാണ്? അപ്പോൾ മനിൽ വഫ്ദ് എന്ന് റസൂൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ റബിയ ഗോത്രക്കാരാണ്. റബിയ എന്നത് ഇങ്ങനെ നോക്കുകയാണ്, അറബികളുടെ പാരമ്പര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളും ഒക്കെയായി ബന്ധപ്പെടുന്ന റബിയ എന്ന മനുഷ്യൻ, അറബികളിൽ പുരാതനമായ ഗോത്രം. അബ്ദുൽ ഖൈസ് എന്നത് അവരുടെ ഒരു ചെറിയ ഗോത്രമാണെങ്കിൽ അവരുടെ പാരമ്പര്യം ചെന്ന് മുട്ടുന്ന എല്ലാവർക്കും, അറബികൾക്ക് എല്ലാവർക്കും അറിയുന്ന റബിയ എന്ന ഗോത്രം. അവർ ഞങ്ങൾ റബിയക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബൻ ബിൽ ഖൗം, ഈ സമൂഹത്തിന് മർഹബൻ, നിങ്ങൾക്ക് സ്വാഗതം. ഗൈറ ഖസായ വലാ നദാമ, നിങ്ങൾ വന്നിട്ടുള്ളത് ഒരു കുറ്റവും ഒരു ആക്ഷേപവും നിങ്ങൾക്കില്ല, നിങ്ങൾ ഒരു ഖേദവും നിങ്ങൾക്കില്ല. ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നത്. നിങ്ങളെ എല്ലാ രൂപത്തിലും ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കും. വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇസ്ലാം ബൈഅത്ത് ചെയ്യുകയും ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് ഈ പവിത്രമായ 4 മാസങ്ങൾ അതിൽ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് ബഹ്റൈനിൽ നിന്ന് മദീനയിലേക്ക് വരാൻ കഴിയൂ. കാരണം ഞങ്ങൾ വരുന്ന വഴിയിൽ ആകമാനം കൊള്ളക്കാരുണ്ട്, പിടിച്ചു പറിക്കാറുണ്ട്. അപ്പോൾ ഈ വഴി ഒന്ന് സുരക്ഷിതമായി കിട്ടുന്നത് ഇല്ലാ ഫി ഷഹ്രിൽ ഹറാം, ഈ പവിത്രമായ 4 മാസങ്ങൾ, ആ മാസങ്ങളിലാണ് നമുക്ക് സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്നത്. നമുക്കിടയിൽ മുദർ ഗോത്രക്കാരുണ്ട്, കുഫാറുകളായ മുദർ ഗോത്രക്കാർ. അവർ നമ്മളെ ആക്രമിക്കുകയും നമ്മുടെ വസ്തുവകളൊക്കെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചില കാര്യങ്ങൾ, ആ ഉപദേശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടു. കാരണം പോയാൽ പിന്നെ പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. നാട്ടിൽ പോയി പ്രബോധനം ചെയ്യാൻ പറഞ്ഞു. അവരുടെ ആ സംസാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവരോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു, അവർ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ചില പാത്രങ്ങൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ഈ ഒരു ഹദീസാണ്, ഹദീസ് പഠിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ അറിയപ്പെട്ടൊരു ഹദീസാണ്. വഫ്ദു അബ്ദുൽ ഖൈസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ വന്ന വഫ്ദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വഫ്ദാണ് അബ്ദുൽ ഖൈസിൻ്റെ വഫ്ദ്. അങ്ങനെ ചില കാര്യങ്ങൾ അവരോട് കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും, ഫഅമറഹും ബി അർബഇൻ വനഹാഹും അൻ അർബഅ, 4 കാര്യങ്ങൾ അവരോട് കൽപ്പിക്കുകയും 4 കാര്യങ്ങൾ അവരോട് വിരോധിക്കുകയും ചെയ്തു. ഒന്നാമത്തെ അൽ ഈമാനു ബില്ലാഹി വഹ്ദ, ഈമാൻ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചോദിച്ചു, അത്തദ്റൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ, അല്ലാഹുവിൽ മാത്രം ഈമാൻ ഉണ്ടാകുക, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹുവിനും റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ അറിയുക. റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇലാഹായി, യഥാർത്ഥ ഇലാഹായി അള്ളാഹു മാത്രമേയുള്ളൂ എന്ന് സാക്ഷ്യം വഹിക്കുക എന്നതിനാണ് അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ പിന്നെയും പഠിപ്പിച്ചു കൊടുത്തു, നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, ഇഖാമിസ് സ്വലാഹ് വ ഈതാഇസ് സക്കാത്ത് വ സിയാമി റമദാൻ, ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. വൻ തുഅതു മിനൽ മഗ്നമി അൽ ഖുമുസ്, യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് അൽ ഖുമുസ്, അതിൽ 1/5 ഭാഗം, അത് നമ്മൾ മുമ്പും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് വീതം വയ്ക്കുക, റസൂലിന് അതിൽ ഓഹരിയുണ്ട്. ഖുമുസ് നൽകുക, അത് നിങ്ങൾ കൊടുക്കുക, അതും നിങ്ങളുടെ മേൽ ബാധ്യതയാക്കപ്പെട്ടതാണ് എന്ന് 4 കാര്യങ്ങൾ പ്രവാചകൻ അവരോട് സ്പെഷ്യലായി കൽപ്പിച്ചു. അതുപോലെ തന്നെ 4 തരം പാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നതിൽ റസൂൽ അവരെ തടയുകയും ചെയ്തു. ഹൻതം, ദുബ്ബാ, അതുപോലെ തന്നെ നഖീർ, മുസഫത്ത്,
ഈ പാത്രങ്ങളൊക്കെ അവരുടെ നാട്ടിൽ അവർ മദ്യം വിളമ്പാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന, അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നും അന്ന് അവർ പോയിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നും മദ്യം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, യാത്രയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളായിരുന്നു ഇവയിൽ പലതും. ചിലത് ചുരക്കയുടെ തോട് മാത്രം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു എങ്കിൽ വേറെ ചിലത് ചില മരങ്ങളുടെ വേര് മാന്തിയെടുത്ത് ആ വേരിലൊരു കുഴി ഉണ്ടാക്കി ആ വേര് കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളാണ്. അത് മുസഫത്ത് എന്ന് പറയുന്ന ഒരു അന്നത്തെ ഒരു കീൽ ടാർ ഉപയോഗിച്ചുകൊണ്ട് അത് ചോരാത്ത രൂപത്തിൽ അവരുണ്ടാക്കിയെടുക്കുന്നൊരു പാത്രം. ഇങ്ങനെ ചില പാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയും അത് നിരോധിക്കുകയും ചെയ്തു. മദ്യം ഉപയോഗിച്ചിരുന്ന, അത് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളായിരുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വിരോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്. ഇത് നിങ്ങളുടെ സൂക്ഷിച്ച് നിങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കണമെന്നും നിങ്ങളുടെ അബ്ദുൽ ഖൈസ് ഗോത്രത്തിനെ അടുത്ത് നിങ്ങളിത് എത്തിച്ചു കൊടുക്കണമെന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഹിജ്റയുടെ 4 or 5 വർഷത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ വീണ്ടും വന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹിജ്റ 9ാമത്തെ വർഷം അവർ വീണ്ടും വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ. ആദ്യം വളരെ കുറച്ച് പേരായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 40 ഓളം വരുന്ന ആളുകളുമായിട്ടാണ് അബ്ദുൽ ഖൈസ് ഗോത്രം വന്നിട്ടുള്ളത്. അതിൽ അവരിൽപ്പെട്ട പ്രധാനികളായ പലരും ഉണ്ടായിരുന്നു. മുൻദിർ ഇബ്നു ആയിദ്, ജാറൂദ് ഇബ്നു അംർ, ഇവർക്ക് അവരുടെ നേതാക്കന്മാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഹാബി അഷജ്ജു അബ്ദുൽ ഖൈസ്, അദ്ദേഹം ഇവരുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇവർ ഈ ഹിജ്റ 9ാമത്തെ വർഷം വന്നു മദീനയിൽ എത്താറായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ അബ്ദുൽ ഖൈസ് ഗോത്രം, ഒരു ഗോത്രം വരുന്നു എന്ന് കണ്ടപ്പോൾ റസൂൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഒരു അതിഥികൾ ഇങ്ങനെ മദീനയിലേക്ക് പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണല്ലോ. അപ്പോൾ റസൂൽ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് ഈ പറഞ്ഞ ആളുകൾ, ഈ ഗോത്രത്തിൽപ്പെട്ട അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽപ്പെട്ട ആളുകളൊക്കെ പെട്ടെന്ന് ചില ആളുകളൊക്കെ യാത്രാമൃഗത്തെ എവിടെയെങ്കിലുമൊക്കെ കെട്ടിയിട്ട് റസൂലിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ യാത്രയിലുള്ള അതേ ഡ്രസ്സും മറ്റു പൊടി പിടിച്ച ആ ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ടാണ് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോകുന്നത്. ഒരു വാഹനമൊന്നും നിർത്താൻ പോലും ഒരു സമാധാനമായി യാത്രാ സാമഗ്രികളൊന്നും ഇറക്കി വെക്കാതെ നേരെ പ്രവാചകനെ നിൽക്കുന്നുണ്ട് അവർ ഓടിച്ചെന്നു. പക്ഷേ ഈ അഷജ് എന്ന് പറയുന്ന അബ്ദുൽ ഖൈസ് ഗോത്രത്തിലെ അഷജ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സമാധാനപരമായി ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വാഹനത്തെ കെട്ടിയിട്ടു, യാത്രാ സാമഗ്രികളൊക്കെ ഇറക്കി വെച്ചു. തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പ്രവാചകനെ കാണാൻ ചെല്ലുന്നതിൻ്റെ ഒരു ആദരവും മര്യാദയും ഒക്കെ അദ്ദേഹം ആ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെയ്യുന്നത്. റസൂൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ പ്രവാചകന്റെ അടുത്തേക്ക് യാത്രയിൽ നിന്ന് ഓടി വരുന്നതും അഷജ് റളിയല്ലാഹു അൻഹു സാവധാനം അദ്ദേഹത്തിൻ്റെ മൃഗത്തെ അവിടെ കെട്ടി യാത്രാ സാമഗ്രികളൊക്കെ ഇറക്കി വെച്ച് ആ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങോട്ട് വരുന്നതും റസൂലിൻ്റെ കൺമുമ്പിലാണ് നടക്കുന്നത്. റസൂലിൻ്റെ അടുത്തേക്ക് എത്തി, റസൂലിന് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. എന്നിട്ടാണ് പ്രവാചകൻ പറയുന്നത്, ഇന്ന ഫീക ലഖസ്ലതൈൻ അഷജ്, നിനക്ക് ഞാൻ 2 ഗുണങ്ങൾ കണ്ടിട്ടുണ്ട്. ഖശജ്, നിന്നിലൂടെ 2 ഗുണങ്ങൾ. യുഹിബ്ബുഹും അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന 2 ഗുണങ്ങൾ അഷജ് നിനക്കുണ്ട്. അപ്പോൾ അഷജ് എന്ന് ചോദിച്ചു, അതെന്താണ് ആ 2 ഗുണങ്ങൾ? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അൽ അനാത്ത് വൽ ഹിൽം, നിങ്ങൾ ഹിൽമു വൽ അനാത്ത്, ഒരു വിവേകം, ഹിൽം, കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കാര്യപ്രാപ്തി, ഒരു വിവേക ബുദ്ധി നിനക്കുണ്ട്. വൽ അനാത്ത്, ഒരു അവധാനത, എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം ചിന്തിച്ചും ആലോചിച്ചും സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി അതിന് വരും വരായികളെ കുറിച്ച് ആലോചിച്ചൊരു സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നീ 2 ഗുണങ്ങൾ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന 2 ഗുണങ്ങൾ നിനക്കുണ്ട് അഷജ് എന്ന് റസൂലുള്ളാഹി പറയുന്നത് അപ്പോഴാണ്. അപ്പോൾ അഷജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഷൈഉൻ ജുബിൽതു അലൈഹി ഔ ഷൈഉൻ അതഖല്ലഖു, പ്രവാചകൻ എനിക്ക് ഈ 2 ഗുണങ്ങൾ എന്നെ അള്ളാഹു സൃഷ്ടിച്ചപ്പോഴേ എനിക്കുള്ള 2 ഗുണങ്ങളായിരിക്കുമോ, അതല്ല എനിക്ക് പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത 2 ഗുണങ്ങളാണോ ഇത്? അപ്പോൾ റസൂൽ പറഞ്ഞു, അല്ല, ബൽ ജുബിൽത അലൈഹി അഷജ്, നീ ഇങ്ങനെ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നിനക്ക് ഈ നല്ല ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹമായി ജന്മന നിൻ്റെ ഒരു പ്രകൃതത്തിൽ അള്ളാഹു ഉൾച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതും നമുക്ക് കാണാം. ഇമാം ഇബ്നു ഹിബ്ബാൻ ഈ ഹദീസ് അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള കാണാൻ കഴിയും. ഈ പറഞ്ഞ ഹിജ്റ 9ാം വർഷം ഇവർ വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജാറൂദ് ഇബ്നുൽ അബ്ദ് എന്ന് പറയുന്ന അവരുടെ ജാറൂദ് ഇബ്നു അംർ എന്ന് പറയുന്ന നേതാക്കന്മാരടക്കമുള്ള ആളുകൾ, അബ്ദുൽ ഖൈസ് ഗോത്രത്തിലെ പ്രമുഖരായ ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബ്ദുൽ ഖൈസ് ഗോത്രത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രവാചകൻ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണാൻ കഴിയും. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലി അബ്ദുൽ ഖൈസ്, അല്ലാഹുവേ അബ്ദുൽ ഖൈസ് ഗോത്രത്തിന് നീ പുറത്തു കൊടുക്കണം. ഇത് അസ്ലമു ത്വാഇഈന ഗൈറ കാരിഹീൻ, അവരാരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയോ അല്ല അവർ ഇസ്ലാം സ്വീകരിച്ചത്. അവർ ചിന്തിക്കുകയും ആലോചിക്കുകയും അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങിയവരായ നിലയിൽ അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഈ പറഞ്ഞ ആളുകളോട് അബ്ദുൽ ഖൈസ് ഗോത്രക്കാരുടെ റസൂൽ ഒരുപാട് നേരം അവർക്ക് വേണ്ടി പ്രവാചകൻ മാറ്റിവെച്ചു. അന്നത്തെ ദിവസം ഈ ഗോത്രക്കാർ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രാവിലെ ആ ഒരു സമയത്ത് വന്നു. ദുഹർ നിസ്കാരം ആ ഒരു സമയത്തൊക്കെ പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞ് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടു. അങ്ങനെ അന്നത്തെ ദുഹർ നിസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അത് റസൂലുള്ളാഹി നമുക്ക് നഷ്ടപ്പെട്ടു. ദുഹറിന് ശേഷമുള്ള സുന്നത്ത് പ്രവാചകൻ ഇവരോട് സംസാരിച്ച് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ മറന്നുപോയി. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ അസ്ർ നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുന്നത്ത് നിസ്കരിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീസിൽ നമുക്കാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അസറിന് ശേഷം നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അസറിന് ശേഷം നിസ്കാരം വിരോധിക്കപ്പെട്ട സമയമാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഈ അബ്ദുൽ ഖൈസ് ഗോത്രക്കാർ വന്ന ദിവസം അസറിന് ശേഷം റസൂൽ ഇങ്ങനെ ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ അവിടെയുണ്ട്, റസൂൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ അടുക്കൽ അൻസാരികളായ കുറേ സ്ത്രീകളും ഉണ്ടായിരുന്നു, ഒരു ചെറിയ പെൺകുട്ടിയും അൻസാരികൾപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ചെറിയ കുട്ടിയോട് പറഞ്ഞു, റസൂൽ നിസ്കരിക്കുമ്പോൾ നീ അടുത്ത് ചെന്ന് നിന്ന് റസൂലിനോട് ആംഗ്യം കാണിച്ചിട്ട് പറയണം, ഈ സമയം നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് റസൂലിനോട് ആംഗ്യത്തിലൂടെ നിസ്കാരത്തിൽ എൻ്റെ അടുത്ത് എന്ന് പറയണം എന്ന് ആ ചെറിയ പെൺകുട്ടിയോട് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടി ചെന്നു റസൂലിനോട് ആംഗ്യത്തിലൂടെ ഇങ്ങനെ ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ലല്ലോ എന്നുള്ള രൂപത്തിൽ ആംഗ്യം കാണിച്ചു. റസൂൽ ഒന്നുമില്ല, കുഴപ്പമില്ല, പൊയ്ക്കോളൂ എന്ന അർത്ഥത്തിലുള്ള ആംഗ്യം തിരിച്ചു കാണിച്ചു. അങ്ങനെ ആ പെൺകുട്ടി തിരിച്ചു വന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ ആ പെൺകുട്ടിയോട് പറഞ്ഞു, റസൂൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ തിരിച്ചു വരണം. അതിനുശേഷം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബ്ദുൽ ഖൈസ് ഗോത്രത്തിലുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നു, അത് കാരണം ഞാൻ ഈ സുന്നത്ത് നിസ്കാരം മറന്നുപോയി. ഫശഗലൂനി അനിർ റക്അത്തൈൻ അല്ലതൈനി ബഅദ അദ്ദുഹർ, ദുഹറിന് ശേഷമുള്ള 2 റക്അത്ത് ഞാൻ ഈ പറഞ്ഞ ഈ തിരക്കിലായതിന് കാരണം ഇവരെ പരിഗണിച്ചും ഇവരോട് സംസാരിച്ചും ഒക്കെ ഞാനത് മറന്നുപോയി. ഫഹുമാ ഹാത്താനി, ഇത് ആ 2 റക്അത്താണ് എന്ന് പറയുകയും ചെയ്തു. എപ്പോഴും ഇങ്ങനെ അസ്ർ നിസ്കാരത്തിന് ശേഷം നമുക്ക് ദുഹറിന്റെ സുന്നത്ത് ഉണ്ടെങ്കിൽ നിസ്കരിക്കാം എന്നല്ല. സുന്നത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സുബഹിക്ക് മുൻപുള്ള സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് നമസ്കാരം അത്രയേറെ പ്രതിഫലം പറഞ്ഞ ഈ ദുനിയാവിലുള്ള അതിനുള്ളത് മുഴുവൻ കിട്ടിയാലും ആ 2 റക്അത്തിന് തുല്യമാവില്ല. റക്അത്ത് അൽ ഫജ്രി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫജ്റിന്റെ 2 റക്അത്തുകൾ എന്ന് പറഞ്ഞ ആ 2 റക്അത്ത് അത് നഷ്ടപ്പെട്ടാൽ അത് പിന്നെ വേണമെങ്കിൽ സ്ഥിരമായി അത് നിസ്കരിക്കുന്ന ആളുകൾ ഒരു ദിവസം ചിലപ്പോൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലത് പിന്നീട് സുബ്ഹിക്ക് ശേഷം അത് നിസ്കരിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ഈ ഹദീസ് പറയുമ്പോഴും ഇതിനെപ്പറ്റി സംശയം ചോദിക്കുമ്പോഴൊക്കെ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാൻ കഴിയും. ഇതൊരിക്കലും സ്ഥിരമായി ഇങ്ങനെ നിസ്കരിക്കാം എന്നതിനുള്ള ഒരു ലൈസൻസ് അല്ല. സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും കാരണം കൊണ്ട് റസൂൽ പറഞ്ഞതുപോലെ മറന്നുപോയി എന്നതുകൊണ്ട്, ഈ പറഞ്ഞൊരു തിരക്കുണ്ടായപ്പോൾ മറന്നുപോയി എന്നതുകൊണ്ട് മറന്നുപോയാൽ വേണമെങ്കിൽ ആ സമയത്ത് അത് വീണ്ടും നിസ്കരിക്കാം എന്നൊരു അനുവാദമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 ദിവസത്തോളം അബ്ദുൽ ഖൈസ് ഗോത്രം മദീനയിൽ താമസിച്ചു. 10 ദിവസം അവർ താമസിച്ചു. തിരിച്ചു പോകാൻ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചു, ഞങ്ങൾക്ക് മതിയായ വാഹനങ്ങളില്ല, ഒട്ടകങ്ങളില്ല. അപ്പോൾ പ്രവാചകൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒട്ടകങ്ങളോ അങ്ങനത്തെ യാത്രാമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് ഉപകാരമായി. റസൂൽ പറഞ്ഞു, എൻ്റെ അടുക്കൽ വല്ലാഹി മാ ഇൻദി മാ അഹ്മിലുകും അലൈഹി, എൻ്റെ അടുക്കൽ ഇപ്പോൾ അങ്ങനെയുള്ള സമ്പത്തും അതുപോലെ തന്നെ യാത്രാമൃഗങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഈ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അന്നുവരെ ഉണ്ടായിരുന്ന ഈ ജാഹിലിയ കാല സമൂഹത്തിലെ ആളുകളുടെ ചിന്ത എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജാറൂദ് എന്ന് പറയുന്ന അവരുടെ നേതാവ്, അവർ തിരിച്ച് റസൂലിനോട് ചോദിക്കാണ്, മുസ്ലിമായി തിരിച്ച് റസൂലിനോട് ചോദിക്കാണ്, റസൂലെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വഴി അറിയാമല്ലോ, ഈ
കുഫാറുകളായ മുദർ ഗോത്രക്കാരും പിടിച്ചുപറിക്കാരും ഒക്കെയുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. അവിടെ കുറേ മൃഗങ്ങൾ ഇങ്ങനെ ആളുകളുടെ നഷ്ടപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ഒട്ടകങ്ങൾക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ നതബല്ലഹു അലൈഹ, ഞങ്ങൾ അതിലൊന്ന് പിടിച്ച് നമുക്ക് ആവശ്യമുള്ളതിനെ ഇങ്ങനെ വഴിയിൽ തിരിഞ്ഞു നടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒട്ടകങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നതാണ്. അന്ന് വരെ അവർക്ക് അതൊന്നൊരു പ്രശ്നമായിരുന്നില്ല. അന്ന് മറ്റുള്ള ആളുകളുടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ വസ്തുവകകളോ ഒക്കെ അത് ഉപേക്ഷിക്കപ്പെട്ട് കിടന്നാൽ അത് സ്വന്തമാക്കുന്ന ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തു, അല്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. അത് നരകത്തിൽ നിന്നുള്ള തീജ്വാലകരാണ്, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് കത്തിയെരിയലുകളാണ്. അത് നാളെ നമുക്ക് അതിൻ്റെ പേരിൽ റബ്ബിനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. എന്ത് വിഷമാവസ്ഥയുണ്ടെങ്കിലും മറ്റുള്ളവരുടെ വസ്തുവകകൾ അത് ഉപേക്ഷിക്കപ്പെട്ട് കിടന്നാലും അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒട്ടകങ്ങളിങ്ങനെ നടന്നാലും അതെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. ഇസ്ലാമും ജാഹിലിയത്തും തമ്മിലുള്ള ആ വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ചോദ്യമാണ് ജാറൂദ് എന്ന് പറയുന്ന കുറച്ചു മുമ്പ് മാത്രം ഇസ്ലാം സ്വീകരിച്ച ആ മനുഷ്യൻ ചോദിച്ചത്. ഇവർക്കും തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുകയും ഈ അബ്ദുൽ ഖൈസ് ഗോത്രത്തെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബ്ദുൽ ഖൈസ് ഗോത്രത്തെ പോലെ തന്നെ വന്ന മറ്റൊരു ഗോത്രമായിരുന്നു ബനു സഅദ് ബിൻ ബക്കർ. ബനു സഅദ് ഗോത്രം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരും തമ്മിൽ പലതവണ ചരിത്രത്തിൽ ബന്ധമായിട്ടുണ്ട്. പ്രവാചകന്റെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മ ഹലീമ ബനു സഅദ് ഗോത്രക്കാരിയാണ്, സഅദിയയാണ് ഹലീമ, അവരുടെ ഗോത്രമാണ്. അത് മാത്രമല്ല, കുറച്ചു മുമ്പ് ത്വായിഫിൽ നടന്ന യുദ്ധത്തിൽ പ്രവാചകൻ അവരെ തോൽപ്പിക്കുകയും അവർ പ്രവാചകന്റെ അടുത്ത് വന്ന് ബന്ധം ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ഉമ്മയും സഹോദരിമാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ സഅദ് ഗോത്രക്കാരോട് നിങ്ങൾ കരുണ കാണിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്ത ചരിത്രവും ഒക്കെയും. ഇവരിൽപ്പെട്ട ഒരു നിവേദക സംഘം ഇമാം ഇബ്നു സഅലബ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വഫ്ദായി വന്നു. അതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ചില ആളുകളെ, നേരത്തെ പറഞ്ഞ യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദാവത്തിനായി, അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് പ്രബോധനത്തിനായി ചില ആളുകളെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ അന്ന് ആ സമയത്ത് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ കുറച്ചു നേരം കൂടി കഴിഞ്ഞ് കുറച്ചുകൂടി ആലോചിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട് എന്നൊരു അർത്ഥത്തിൽ അവർ അന്ന് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ല. പിന്നീട് ഇപ്പോഴാണ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് റസൂലിന്റെ അടുത്തേക്ക് ഹിജ്റ 9-ാമത്തെ വർഷം അവർ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഇമാം ഇബ്നു സഅലബയുടെ നേതൃത്വത്തിൽ വരുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഈ പറഞ്ഞ ബനു സഅദ് ഗോത്രം അവരൊരു ഗ്രാമീണ ഗോത്രമായിട്ട് നമുക്കറിയാം. ഒരു അറാബികളായ വലിയ മക്ക പോലുള്ള കച്ചവടക്കാരോ അല്ലെങ്കിൽ ഒരു നഗരമോ ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് വളരെ ഉൾപ്രദേശത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അന്നത്തെ സമൂഹത്തെ പരിഗണിച്ച് നോക്കിയാൽ ഇപ്പോൾ ഒരു പരിഷ്കൃതർ എന്നൊന്നും പറയാൻ കഴിയാത്ത പച്ചയായി ജീവിക്കുന്ന, ഗ്രാമീണരായി ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരാളായിരുന്നു ഇവരുടെ ഈ പറഞ്ഞ നിവേദക സംഘത്തിൽ വന്നുള്ള ഇമാം ഇബ്നു സഅലബ. ഇയാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാകും. ഈ സംഭവം നമുക്കൊക്കെ സുപരിചിതമായ ഒരു സംഭവമായിരിക്കും. ഇയാൾ വന്നു മസ്ജിദുൻ നബവിയിൽ, അദ്ദേഹം മസ്ജിദുൻ നബവിയുടെ ഒരു അറ്റത്ത് ഇദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നേരെ വന്ന് മസ്ജിദുൻ നബവിയിൽ സ്വഹാബികളും ഒക്കെ ഇരിക്കുന്ന, പ്രവാചകനും ഒക്കെ ഇരിക്കുന്ന ആ സദസ്സിൽ വന്ന് അയാൾ ആദ്യമേ ചോദിക്കുന്നത് അയ്യുക്കും മുഹമ്മദ്, ആരാണ് മുഹമ്മദ് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് മുഹമ്മദ്? മുസ്ലിമാകാൻ വന്നതാണ്, ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ ചോദ്യം വളരെ പരുക്കൻ ചോദ്യമാണ്. മുഹമ്മദ് എന്ന് പേര് വിളിച്ചു, ആരാ മുഹമ്മദ് എന്ന് ചോദിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ സ്വഹാബാക്കൾക്കിടയിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. സ്വഹാബികൾ പറഞ്ഞതാ, ആ ചാരി ഇരിക്കുന്ന വെളുത്ത നിറമുള്ള ആളാണ് മുഹമ്മദ്. അപ്പോൾ പറഞ്ഞു യബ്ന അബ്ദുൽ മുത്തലിബ്, അല്ലയോ അബ്ദുൽ മുത്തലിബിന്റെ മകനെ. ഇതൊക്കെ പരുക്കനായ ഗ്രാമീണരായ അറബികളുടെ ശൈലിയാണ്. അല്ലാതെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു കുറച്ചൊക്കെ ഒരു പ്രമുഖരമായ വ്യക്തികളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് പരിചയമുള്ള ആരും ഇങ്ങനെ പേരുകൾ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരുക്കനായ ശൈലിയിൽ അഭിസംബോധന ചെയ്യാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ഒരു കാര്യമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സ്വഭാവ സവിശേഷത വ്യക്തമാകുന്ന ഒരു സംഭവം കൂടിയാണ്. പ്രവാചകനെ നേരിട്ട് വിളിക്കും, മുഹമ്മദ് ആരാ, അബ്ദുൽ മുത്തലിബിന്റെ മകനാരാ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വളരെ സൗമ്യമായിട്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ അതേപോലെ പ്രവാചകൻ പ്രതികരിക്കുകയോ തൻ്റെ അനുയായികളായ സ്വഹാബികളുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ധാർഷ്ട്യത്തോടു കൂടി ചോദിക്കുന്ന ഈ ചോദ്യത്തിന് അതേ രൂപത്തിൽ മറുപടി പറയുകയോ അല്ല പ്രവാചകൻ. റസൂലുള്ളാഹി പറഞ്ഞു, ഖദ് അജബ്തുക,
ചോദിച്ചോളൂ, ഞാനിതാ മുഹമ്മദ് എന്ന ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, ഞാൻ നിനക്ക് ഉത്തരം തരാം, എന്താണ് നിനക്ക് അറിയേണ്ടത് ചോദിക്കും. അപ്പോൾ ഈ ദിമാം ഇബ്നു സാലബ അന്നത്തെ അറബികളായ സാധാരണക്കാരായ ഗ്രാമീണരായ ഇങ്ങനെ നാടോടികളായി ജീവിക്കുന്ന അന്നത്തെ അറബികളിൽ തന്നെയുള്ള ഈ കച്ചവടവും മറ്റു കാര്യങ്ങളുമായി അല്ലെങ്കിൽ പുറം നാടുകളുമായി വലിയ കച്ചവട കേന്ദ്രങ്ങളുമായി ഒന്നും ബന്ധമില്ലാത്തൊരു സാധാരണ അറബിയാണ് ദിമാം ഇബ്നു സാലബ, ബനു സാദ് ഗോത്രക്കാരൻ. അയാൾ പ്രവാചകൻ ചോദിച്ചു, ഇന്നി സാഇലുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കും. ഫമുശദ്ദിദുൻ അലൈക ഫിൽ മസ്അല, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ ക്ലിയർ കട്ടായിട്ട് ഒരു നല്ല കൃത്യവും കാർക്കശ്യവുമായിരുന്ന നിലയിലാണ് ഞാൻ ചോദിക്കുക. ഫലാ തജിദ് അലയ്യ ഫീ നഫ്സിക്, അതുകൊണ്ട് നിനക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്. എൻ്റെ ചോദ്യങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും, കുറച്ച് കാർക്കശ്യത്തോടുകൂടി ആയിരിക്കും ഞാൻ ചോദിക്കാം. റസൂൽ പറഞ്ഞു, സൽ അമ്മാ ബദാലക, നീ എന്ത് ചോദിച്ചോ ഒരു പ്രശ്നമില്ല, നിനക്ക് അറിയേണ്ടത് നീ ചോദിക്കൂ. അപ്പോൾ ദിമാം ഇബ്നു സാലബ പറഞ്ഞു, അസ്അലുക ബിറബ്ബിക വറബ്ബി മൻ ഖബ്ലക, നിന്റെ റബ്ബും നിനക്ക് മുമ്പുള്ളവരുടെ റബ്ബും ഈ റബ്ബ്, ഈ ലോകരക്ഷിതമായ ഈ റബ്ബിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, ആ അല്ലാഹു അർസലക ഇലന്നാസി കുല്ലിഹിം, ജനങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നീ എന്ന് പറയുന്നുണ്ടോ? അത് ശരിയാണോ? അല്ലാഹുവാണോ നിന്നെ നിയോഗിച്ചത്? നിന്റെയും നിനക്ക് മുമ്പുള്ള നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ അറബികളുടെ ഒക്കെ ആ റബ്ബിന്റെ പേരിലാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അങ്ങനെ ആ റബ്ബാണോ, ആ അല്ലാഹുവാണോ നിന്നെ നിയോഗിച്ചത്? റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അല്ലാഹുവാണേ, അതാണ് എന്നെ നിയോഗിച്ചത്, ആ റബ്ബാണ്. വീണ്ടും ചോദിച്ചു, അൻഷുദുക ബില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ ഞാൻ നിന്നോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു, അല്ലാഹു അമറക അൻ യുസല്ലിയ സ്വലവാത്തിൽ ഖംസ് ഫിൽ യൗമി വൽ ലൈല, രാത്രിയും പകലിലുമൊക്കെ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കണമെന്ന് അതേ അല്ലാഹു ആണോ, അതേ റബ്ബാണോ നിന്നോട് ചോദിച്ചത്? അല്ലാഹുവിന്റെ പേരിൽ ഞാൻ നിന്നോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഒന്നുകൂടി ശക്തമായി ചോദിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അല്ലാഹു ആണേ, അതെ, ആ അല്ലാഹുവാണ് എന്നോട് ഇത് കൽപ്പിച്ചത്. വീണ്ടും ചോദിച്ചു, അൻഷുദുക ബില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ ഞാൻ വീണ്ടും നിന്നോട് ചോദിക്കുന്നു, മുഹമ്മദ്, അല്ലാഹു അമറക അൻ നസൂമ ഹാദ അശ്ശഹറ മിനസ്സന, വർഷത്തിലെ റമദാൻ മാസം നോമ്പെടുക്കണം എന്നും അല്ലാഹുവാണോ, ആ റബ്ബാണോ നിന്നോട് കൽപ്പിച്ചത്? അല്ലാഹുമ്മ നഅം, അതെ, അല്ലാഹുവാണ് കൽപ്പിച്ചത്. അൻഷുദുക ബില്ലാഹ്, മുഹമ്മദേ, ഞാൻ അല്ലാഹുവിനെ മുൻനിർത്തി ഒന്നുകൂടി ഞാൻ കണിശമായി എന്നോട് ചോദിക്കുന്നു, അല്ലാഹു അമറക അൻ തഅഖുദ ഹാദിഹി സ്വദഖ മിൻ അഗ്നിയാഇനാ ഫതുഖ്സിമഹാ അലാ ഫുഖറാഇനാ, ഞങ്ങളിൽപ്പെട്ട സമ്പന്നരുടെ കയ്യിൽ നിന്ന് ഇത്ര ശതമാനം സമ്പത്ത് എടുക്കുകയും ഞങ്ങളിൽപ്പെട്ട ഫുഖറാക്കൾക്ക് അത് വിതരണം ചെയ്യണം എന്ന് പറയുകയും ചെയ്തു എന്ന് കൽപ്പിച്ചത് ഇതേ അല്ലാഹുവാണോ? നീ ഒന്നുകൂടി ആവർത്തിച്ച് ചോദിക്കണം. റസൂൽ മറുപടി പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അതെ, അല്ലാഹുവാണ് ഇതൊക്കെ എന്നോട് കൽപ്പിച്ചത് അല്ലാഹു തന്നെയാണ്, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായ ചോദ്യങ്ങളും അതിലേറെ വ്യക്തമായ മറുപടികളും കേട്ടു. ദിമാം ഇബ്നു സാലബ പറഞ്ഞു, ആമൻതു ബിമാ ജിഅത ബിഹി, നീ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നീ കൊണ്ടുവന്നതിൽ മുഹമ്മദ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഅന റസൂലു മൻ വറാഇ മിൻ ഖൗമി, എൻ്റെ സമൂഹത്തിൽ ബനൂ സഅദ് ബിൻ ബക്കർ ഗോത്രത്തിലുള്ള ഏതൊക്കെ മനുഷ്യരുണ്ടോ അവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ചുമതലയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. വഅന ദിമാം ഇബ്നു സാലബ അഖു ബനി സഅദ് ബിൻ ബക്കർ, ബനൂ സഅദ് ബിൻ ബക്കർ ഗോത്രത്തിലെ ദിമാം ഇബ്നു സാലബയാണ് ഞാൻ എന്ന് അപ്പോഴാണ് അദ്ദേഹം പേര് പറയുന്നത്. ഓക്കെ, ഇമാം ബുഖാരി ഈ സംഭവം വളരെ വിശദമായി ഉദ്ധരിക്കുന്നത്. അത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി കാണാൻ കഴിയും. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് തിരിച്ചു പറഞ്ഞു, സഉഅദ്ദി ഹാദിഹിൽ ഫറായിദ്, മുഹമ്മദ്, നീ പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞാനിത് കൃത്യമായി പാലിക്കും. എന്തൊക്കെയാണോ നീ വിരോധിക്കുന്നത്, ചെയ്യാൻ പാടില്ല, ഹറാം എന്ന് പറയുന്നത്, അതൊക്കെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യില്ല. ഫർദുകൾ മാത്രം, ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം അത് ഞാൻ ചെയ്യും, പൂർണ്ണമായും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അത് ഞാൻ ഒഴിവാക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് കൂടുകയോ പിന്നെ കുറച്ചുകൂടി വേറെ എന്തെങ്കിലും നന്മകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൽ നിന്നെന്തെങ്കിലും കുറയ്ക്കുകയോ അതൊന്നും ഞാൻ ചെയ്യില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, അത് ഞാൻ കൃത്യമായി പാലിക്കും, അതെൻ്റെ ഉറപ്പാണ്. അയാൾ തിരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ സദഖത ലയദ്ഖുലുൽ ജന്ന,
അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇമാം ഇബ്നു സാലബ പറഞ്ഞ ആ ഉറപ്പ് ജീവിതത്തിൽ ആ അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുന്നു. ഫർദുകൾ ഏറ്റവും ചുരുങ്ങിയത് ഫർദുകൾ ഒരു വീഴ്ചയും വരാത്ത വിധം ഇത് കൃത്യമായി നിർവഹിക്കുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഇത് പൂർണ്ണമായും ജീവിതത്തിൽ ഒഴിവാക്കുന്നു. ഇനി അയാൾ വേറൊന്നും ചെയ്തില്ല, സുന്നത്തുകളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. കാരണം അതിൽ കറക്റ്റാണ് അയാളത് പറഞ്ഞതെങ്കിൽ അയാൾ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് തന്നെ മതി. ഇമാം ബുഖാരി ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലാണ് ഈ ഒരു ചോദ്യവും ഈ ഒരു സംഭവം കൂടിയുള്ളത്. അങ്ങനെ അയാൾ തിരിച്ചു നിന്ന് ആ ഒട്ടകത്തിൻ്റെ കയറടിച്ച് അയാൾ അപ്പോൾ തന്നെ ഇത്ര സംഭവം ഉണ്ടായിട്ടുള്ളൂ. താമസിക്കുക അല്ലെങ്കിൽ പ്രവാചകൻ്റെ അടുത്ത് വേറെ മറ്റെന്തെങ്കിലും അവിടെ താമസം മറ്റു കാര്യങ്ങൾ പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇമാം ഇബ്നു സാലബ നേരെ തിരിച്ച് ഒട്ടകത്തിൻ്റെ കെട്ടിയിരുന്ന അവിടെ പള്ളിയുടെ സൈഡിലുണ്ടായിരുന്ന ഒട്ടകത്തെ അഴിച്ച് തിരിച്ച് അപ്പോൾ തന്നെ തൻ്റെ സമൂഹത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്നു നിന്നു. അവിടെ എത്തിയ അതേ സ്പോട്ടിൽ അവിടുത്തെ തൻ്റെ ഗോത്രത്തിന് മുമ്പുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ബിഅ്സത്തില്ലാത്തു വൽ ഉസ്സ, ലാത്തും ഉസ്സയും എത്ര മോശം. ബനൂ സഅദിലെ ആളുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ ആകെ അങ്കലാപ്പിലായി. അവർ പറഞ്ഞു, ഇമാം വെറുതെ അനാവശ്യം പറയാൻ നിൽക്കണ്ട, ഇത്തഖിൽ ബറസ വൽ ജുദാം, വല്ല വെള്ളപ്പാണ്ടും കുഷ്ഠവും ഒക്കെ ബാധിച്ച് നരകിച്ച് ജീവിക്കേണ്ടി വരും ദൈവങ്ങളെ കുറ്റം പറഞ്ഞാൽ. ഇത്തഖിൽ ജുനൂൻ, ഭ്രാന്തനായി ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വരും ഈ പറഞ്ഞ നമ്മുടെ ലാത്തിനെയും ഉസ്സയെയും ഒക്കെ ഇങ്ങനെ ആക്ഷേപിച്ചും പറഞ്ഞും ഒക്കെ ജീവിച്ചാൽ. അപ്പോൾ അത് തിരിച്ചു പറഞ്ഞു, വൈലക്കും ഇന്നഹുമാ വല്ലാഹി ലാ യദുറാനി വലാ യൻഫാൻ, അല്ലാഹുവാനെ നമുക്ക് ഒരു ഉപദ്രവവും ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത രണ്ട് വസ്തുക്കൾ മാത്രമാണ് ഈ നിങ്ങൾ പറയുന്ന ഈ ലാത്തും ഉസ്സയും. അള്ളാഹു നമ്മളിലേക്ക് ഒരു റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? നമുക്ക് പിൻപറ്റാനും നമ്മുടെ ജീവിതത്തിൽ മാർഗദർശനമായി സ്വീകരിക്കാനും ആ പ്രവാചകന് ഒരു വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ? ഞാനിതാ വിശ്വസിക്കുന്നു, വഇന്നി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഞാനിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇന്നി ഖദ് ജിഅ്തുകും മിൻ ഇൻദിഹി ബിമാ അമറക്കും, മുഹമ്മദ് എന്താണോ നിങ്ങളോട് കൽപ്പിക്കുന്നത്, ജനങ്ങളോട് കൽപ്പിക്കുന്നത്, അതൊക്കെ കേട്ടു പഠിച്ച് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണോ പ്രവാചകൻ വനഹാക്കുമൻ വിരോധിക്കുന്നത്, അതും കേട്ടു പഠിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അത് എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ബനു സഅദ് ബിൻ ബക്കർ എന്ന് പറയുന്ന ഗോത്രത്തിന്റെ ചരിത്രം തന്നെ അന്ന് മാറി. അന്ന് വൈകുന്നേരത്തിനുള്ളിൽ അന്ന് ഇമാം ഇബ്നു സാലയുടെ മുമ്പിൽ കൂടിയിരുന്ന ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ബനു സഅദിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ആ സമൂഹം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ച് കാണാൻ കഴിയും. പിൽക്കാലത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാം ഇബ്നു സാലബ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറയുന്നത് കാണാൻ കഴിയും, ഫമാ സമിഅനാ ബിവാഫിദി ഖൗമിൻ, എത്രയോ സമൂഹങ്ങളും അവരുടെ നിവേദക സംഘങ്ങളും വന്നു പോയിട്ടുണ്ട്. 10ഉം 20ഉം 100ഉം 150ഉം ആളുകളൊക്കെ ഉള്ള നിവേദക സംഘങ്ങൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ കാന അഫ്ദല മിൻ ഇമാം ഇബ്നു സാലബ, ഒരൊറ്റയാളെ വന്നു ഉള്ളുവെങ്കിലും ഇമാം ഇബ്നു സാലബയെ പോലൊരു നിവേദക സംഘം, ഒരു വാഫിദ് വന്നതായി, അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു മനുഷ്യൻ വന്നതായി നമ്മൾ കേട്ടിട്ടില്ല. അത്ര വലിയൊരു പരിവർത്തനമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പിൽക്കാലത്ത് പുകഴ്ത്തി പറഞ്ഞത് ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. ഒരുപാട് വഫ്ദുകൾ വന്നുപോയി. നമ്മൾ ഇതോടുകൂടി ഈ ഒരു വഫ്ദോടുകൂടി നമ്മുടെ വഫ്ദുകളെ പറ്റിയുള്ള ഒരു ചരിത്രം ഇവിടെ അവസാനിപ്പിക്കും. പ്രധാനപ്പെട്ട വഫ്ദുകളെ കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതിൽ അറിയേണ്ടതായ സംഭവങ്ങൾ ചിലത് നമുക്ക് സുപരിചിതമായിരിക്കും. ചില നന്മകളും പല ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ പറ്റിയ അശജ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഗുണമായി പ്രവാചകൻ എണ്ണി പറഞ്ഞ ഹിൽമു വൽ അനാത്ത്, വിവേകത്തോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുകയും അതുപോലെ തന്നെ എടുത്തു ചാടാതെ കാര്യങ്ങൾ സാവകാശം ചിന്തിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ അവധാനതയോട് ചെയ്യുകയും ചെയ്തതിനെ പ്രവാചകൻ പുകഴ്ത്തി പറഞ്ഞത്. അങ്ങനെ തുടങ്ങി പല ഗുണങ്ങളും അതുപോലെ തന്നെ പല സ്വഹാബിമാരുടെയും പ്രബോധന രംഗത്ത് അവർ കാണിച്ച ശുഷ്കാന്തിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എപ്പോഴും ഈ വഫ്ദുകളെ കുറിച്ചുള്ള ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും ഒരു വഫ്ദായി മാറണം എന്നുള്ള ചിന്തയാണ് നമുക്കെല്ലാവർക്കും ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ഇസ്ലാം എന്നതിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് അന്ന് ഒരു പക്ഷേ ആളുകളൊന്നും കടന്നു ചെന്നിട്ടില്ലാത്ത, അന്നത്തെ കാലത്തെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ഒരു പരിഷ്കൃതമായ ലോകം പോലും എത്തി നോക്കിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന്, അങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളിൽ ചെന്ന് ഇസ്ലാമിൻ്റെ വെളിച്ചം അവിടെ പകർന്നു നൽകാൻ ഇമാം ഇബ്നു സാലബ എന്ന പരുക്കനായ പരിഷ്കൃതത്വം എന്തെന്നറിയാത്ത, എങ്ങനെയാണ് ഒരു മനുഷ്യനോട്
മനസ്സിനോട് സംസാരിക്കേണ്ടത് എന്ന് കൃത്യമായൊരു ബോധ്യം പോലും ഇല്ലാത്ത പച്ചയായ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ദിമാവുൽ സാലബ എന്ന മനുഷ്യർ പോലും കഴിഞ്ഞു എങ്കിൽ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ അതെവിടെയായിരുന്നാലും നമ്മുടെ വീട്ടിലോ നാട്ടിലോ ജോലി സ്ഥലത്തോ എവിടെയാണോ നമ്മൾ ഇടപെടുന്നത് അവിടേക്ക് ഒരു വഫ്ദായി മാറാൻ, ഇസ്ലാമിൻ്റെ ഒരു സന്ദേശം എത്തിക്കുന്ന ആളുകളായി മാറാൻ നമുക്കും സാധിക്കണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ 9-ാമത്തെ വർഷം ഇനിയും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായക ഘട്ടമായിരുന്ന മുസ്ലിങ്ങൾ ആദ്യമായി പലായനം ചെയ്തപ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയും ഖുറൈശികൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് ധീരമായി പ്രഖ്യാപിക്കുകയും മുസ്ലിം ആവുകയും ചെയ്ത നജാശി രാജാവിനെ പോലെയുള്ള ആളുകൾ മരണപ്പെടുന്നത് ഹിജ്റ 9-ാമത്തെ വർഷമാണ്. പക്ഷേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബിമാരുടെ ഗുണങ്ങളും സവിശേഷതകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പ്രവാചകന്മാരുടെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടി പകർത്താനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഹാദാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.